ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് LPSA UPSA പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മുൻവർഷ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുക എന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈക്കോളജിയിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യപേപ്പറുകൾ നോക്കുന്നത് ചോദ്യങ്ങളുടെ ഘടന മനസ്സിലാക്കാനും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ആശയദാന മാതൃകയുടെ വക്താവ് ആരാണ്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി ചോംസ്കി, ഓപ്ഷൻ സി ബ്രൂണർ, ഓപ്ഷൻ ഡി ഗാർട്ട്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബ്രൂണർ. അടുത്ത ചോദ്യം, പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ്? ഓപ്ഷൻ എ തൊഴിൽ പരിശീലനം, ഓപ്ഷൻ ബി ചലനശേഷി, ഓപ്ഷൻ സി ഗണിതശേഷി, ഓപ്ഷൻ ഡി വായനാശേഷി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചലനശേഷി. അടുത്ത ചോദ്യം, സംരചനാത്മക മൂല്യനിർണയത്തിന്റെ ആവശ്യം എന്ത്? ഓപ്ഷൻ എ എന്തളക്കണമെന്ന് തീരുമാനിക്കാൻ, ഓപ്ഷൻ ബി പരീക്ഷകൾ വികസിപ്പിക്കാൻ, ഓപ്ഷൻ സി കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ, ഓപ്ഷൻ ഡി പരീക്ഷകൾ നടപ്പിലാക്കാൻ. കറക്റ്റ് ആൻസർ കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ. അടുത്തത്, പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ സ്കൂളോഫോബിയ, ഓപ്ഷൻ ബി ഹിപ്നോഫോബിയ, ഓപ്ഷൻ സി ഹൈഡ്രോഫോബിയ, ഓപ്ഷൻ ഡി സോഫോഫോബിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സോഫോഫോബിയ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ ചർച്ച, ഓപ്ഷൻ ബി പ്രഭാഷണം, ഓപ്ഷൻ സി സംവാദം, ഓപ്ഷൻ ഡി ബ്രെയിൻ സ്റ്റോമിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രഭാഷണം. അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ എ ലിക്കർട്ട്, ഓപ്ഷൻ ബി എറിക്സൺ, ഓപ്ഷൻ സി ഹൊവാർഡ് ഗാർട്ട്നർ, ഓപ്ഷൻ ഡി തേഴ്സ്റ്റൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൊവാർഡ് ഗാർട്ട്നർ. അടുത്ത ചോദ്യം, 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് അവശ്യമുണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ പരിചരണം, ഓപ്ഷൻ ബി അനുതാപം, ഓപ്ഷൻ സി ദയ, ഓപ്ഷൻ ഡി സഹാനുഭൂതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പരിചരണം. അടുത്തത്, വൈകാരിക ശേഷി എന്നാൽ എന്ത്? ഓപ്ഷൻ എ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, ഓപ്ഷൻ സി വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ. അടുത്തത്, താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമാകാനിടയില്ലാത്തത് ഏത്? ഓപ്ഷൻ എ സാംസ്കാരിക ഘടകങ്ങൾ, ഓപ്ഷൻ ബി വൈകാരിക പ്രശ്നങ്ങൾ, ഓപ്ഷൻ സി പെരുമാറ്റ വൈകല്യങ്ങൾ, ഓപ്ഷൻ ഡി സെറിബ്രത്തിന്റെ തകരാറ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സാംസ്കാരിക ഘടകങ്ങൾ. അടുത്തത്, സാമൂഹിക ചോദകങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതിനോടാണ് യോജിക്കുന്നത്? ഓപ്ഷൻ എ പ്രൈമറി, ഓപ്ഷൻ ബി സെക്കൻഡറി, ഓപ്ഷൻ സി വ്യക്തിഗതം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡറി. അടുത്തത്, ഒരു കുട്ടി 25നെ 52ആയും ബിയെ ഡി ആയും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യം, ഓപ്ഷൻ ബി പഠന വൈകല്യം, ഓപ്ഷൻ സി കാഴ്ച വൈകല്യം, ഓപ്ഷൻ ഡി മാനസിക വൈകല്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പഠന വൈകല്യം. അടുത്തത്, IQ നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആൽഫ്രഡ് ബീനെ, ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ, ഓപ്ഷൻ സി ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ. അടുത്തത് താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മപേശി ചലനം ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻ എ പേന കൊണ്ട് എഴുതൽ, ഓപ്ഷൻ ബി ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ, ഓപ്ഷൻ സി തറയിൽ നിന്ന് സൂചി പെറുക്കിയെടുക്കൽ, ഓപ്ഷൻ ഡി മിനുസമുള്ള തറയിൽ നിന്നും മഞ്ചാടി പെറുക്കൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ. അടുത്തത് പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിന്റെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയജാലക ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ബി ഇന്ദ്രിയജാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ സി ഇന്ദ്രിയജാലക ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ഡി ഇന്ദ്രിയജാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്ദ്രിയജാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അടുത്തത് താഴെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയ എന്ന പദവുമായി ബന്ധപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ വായനാ വൈകല്യം, ഓപ്ഷൻ ബി പെരുമാറ്റ വൈകല്യം, ഓപ്ഷൻ സി മാനസിക വൈകല്യം, ഓപ്ഷൻ ഡി ഗണിത പഠന വൈകല്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വായനാ വൈകല്യം. അടുത്തത് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ സർവേ, ഓപ്ഷൻ ബി കേസ് സ്റ്റഡി, ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം, ഓപ്ഷൻ ഡി നിരീക്ഷണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം. അടുത്ത ചോദ്യം ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത്? ഓപ്ഷൻ എ അർത്ഥം, ഓപ്ഷൻ ബി വാക്യഘടന, ഓപ്ഷൻ സി രൂപിമം, ഓപ്ഷൻ ഡി സ്വനിമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി രൂപിമം. അടുത്തത് കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിന്റെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻ എ അധ്യാപികയ്ക്ക് കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിന്, ഓപ്ഷൻ ബി കുട്ടിയുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്, ഓപ്ഷൻ സി കുട്ടികൾ എത്രമാത്രം മിടുക്കന്മാരാണെന്ന് രക്ഷിതാവിനെ അറിയിക്കുന്നതിന്, ഓപ്ഷൻ ഡി കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കുട്ടിയുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. അടുത്തത് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ്? ഓപ്ഷൻ എ സാമൂഹിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ബി സുരക്ഷാ ആവശ്യങ്ങൾ, ഓപ്ഷൻ സി ശാരീരിക ആവശ്യങ്ങൾ, ഓപ്ഷൻ ഡി വളർച്ചയുടെ ആവശ്യങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ശാരീരിക ആവശ്യങ്ങൾ. അടുത്തത് താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ് ഓപ്ഷൻ എ ഉപാഖ്യാന രേഖ, ഓപ്ഷൻ ബി ആത്മകഥ, ഓപ്ഷൻ സി അഭിമുഖം, ഓപ്ഷൻ ഡി കേസ് സ്റ്റഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഉപാഖ്യാന രേഖ. അടുത്തത് വികസന പ്രവൃത്തി അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആര്? ഓപ്ഷൻ എ ഗസൽ, ഓപ്ഷൻ ബി ഹർലോക്ക്, ഓപ്ഷൻ സി ഗിൽഗാർഡ്, ഓപ്ഷൻ ഡി ഹാവിഗസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹാവിഗസ്റ്റ്. അടുത്ത ചോദ്യം വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. ഓപ്ഷൻ എ ബോധപൂർവമുള്ള സംസാരം, ഓപ്ഷൻ ബി പ്രായോഗിക സന്ദർഭങ്ങളിലുള്ള സംസാരം, ഓപ്ഷൻ സി ദീർഘമായ സംസാരം, ഓപ്ഷൻ ഡി താമസിച്ചുള്ള സംസാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദീർഘമായ സംസാരം. അടുത്തത് കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏത്? ഓപ്ഷൻ എ സിദ്ധിശോധകം, ഓപ്ഷൻ ബി അഭിക്ഷമതാ പരീക്ഷ, ഓപ്ഷൻ സി അഭിഭാവമാപിനി, ഓപ്ഷൻ ഡി ബുദ്ധിശോധകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സിദ്ധിശോധകം. അടുത്തത് പഠനത്തെ എങ്ങനെ നിർവചിക്കാം? ഓപ്ഷൻ എ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന സ്ഥിരമായ സ്വഭാവമാറ്റം, ഓപ്ഷൻ ബി സ്വഭാവമാറ്റം, ഓപ്ഷൻ സി അനുഭവങ്ങളിൽ നിന്നും
പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം. ഓപ്ഷൻ ഡി പഠനത്തിലൂടെ ആർജിച്ചെടുത്ത ആപേക്ഷിക സ്ഥിരതയുള്ള വിവരങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം. അടുത്തത് രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏത് ഭാഷാവികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ജ്ഞാനനിർമ്മിതിവാദം, ഓപ്ഷൻ സി സാമഗ്ര്യവാദം, ഓപ്ഷൻ ഡി മാനവികതാവാദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വ്യവഹാരവാദം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നത്? ഓപ്ഷൻ എ കുട്ടിയുടെ ഭാഷാവികാസം ഏതു സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഓപ്ഷൻ ബി കുട്ടികൾ വളരെ വേഗത്തിലും അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നത്? ഓപ്ഷൻ എ കുട്ടിയുടെ ഭാഷാവികാസം ഏതു സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ഓപ്ഷൻ ബി കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. ഓപ്ഷൻ സി ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ. കറക്റ്റ് ആൻസർ ഇവയെല്ലാം തന്നെ. അടുത്തത് ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ മനോലൈംഗിക വികാസം, ഓപ്ഷൻ ബി ഈഡിപ്പസ് കോംപ്ലക്സ്, ഓപ്ഷൻ സി മനോവിശ്ലേഷണം, ഓപ്ഷൻ ഡി ഇലക്ട്രോ കോംപ്ലക്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇലക്ട്രോ കോംപ്ലക്സ്. അടുത്തത് പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ദ്രിയജാലക ഘട്ടം, ഓപ്ഷൻ ബി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി പ്രാക് മനോവ്യാപാര ഘട്ടം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇന്ദ്രിയജാലക ഘട്ടം. അടുത്തത് ഏതു സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഓപ്ഷൻ എ സാധുത, ഓപ്ഷൻ ബി വിവേചനപരത, ഓപ്ഷൻ സി വസ്തുനിഷ്ഠത, ഓപ്ഷൻ ഡി വിശ്വാസ്യത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വിശ്വാസ്യത. അടുത്തത് താഴെ കൊടുത്തവയിൽ പ്രക്ഷേപണ രീതി ഏത്? ഓപ്ഷൻ എ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി റോഷ മഷിയൊപ്പ് പരീക്ഷ, ഓപ്ഷൻ സി വൈയക്തിക പ്രശ്ന പരിഹരണ രീതി, ഓപ്ഷൻ ഡി എയും ബിയും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എയും ബിയും. ഇന്നത്തെ വീഡിയോയിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത് ചോദ്യങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. LP UP കേട്ടറ്റ് പരീക്ഷകളുടെ കൂടുതൽ വീഡിയോകൾക്കായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്.